ഇംപെക്സിൻ്റെ മിഗോ എന്ന എയർ ഫ്രയറിനെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ. ഇത് ഉപയോഗിക്കാൻ വളരെ സിമ്പിളാണ്. പിന്നെ ഇതിന് ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ സെറ്റ് ചെയ്യാനൊരു നോബാണുള്ളത് കേട്ടോ. അപ്പോൾ ഇത് പാചകം ചെയ്യുന്നതിനനുസരിച്ചുള്ള ടൈമിങ്ങും ടെമ്പറേച്ചറും കാര്യങ്ങളൊക്കെ ഇതിൽ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയിട്ട് നമ്മൾ സെറ്റ് ചെയ്താൽ മതി ഓരോന്ന് പാചകം ചെയ്യുന്ന സമയത്തും. ഇപ്പോൾ ഈ കാണിക്കുന്നത് ടെമ്പറേച്ചറിൻ്റെ കണക്കാണ്. ഓരോന്ന് പാചകം ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ടെമ്പറേച്ചറിലാണ് നമ്മൾ വെക്കുക. പിന്നെ കൊടുത്തിട്ടുള്ളത് ടൈമിങ്ങിൻ്റെതാണ്. അപ്പോൾ ഓരോ ഭക്ഷണത്തിനും ഓരോ ടൈമിംഗ് ആണ് അത് വേവാനായിട്ട് എടുക്കുന്നത് കേട്ടോ. അതിനനുസരിച്ചാണ് സെറ്റ് ചെയ്യുക. പിന്നെ ഇങ്ങനെയുള്ളൊരു ബാസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. ഇതിലാണ് നമ്മൾ ഫ്രൈയിങ് ചെയ്യാൻ ഉപയോഗിക്കുക. പിന്നെ അതിൻ്റെ ഉള്ളിലൊരു ട്രേ ഉണ്ട്. അതിലാണ് നമ്മൾ ഫിഷോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വെക്കുക കേട്ടോ. പിന്നെ അത് ക്ലീൻ ചെയ്യാനൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ക്ലീൻ ചെയ്താൽ മതി. എളുപ്പമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ കഴുകുന്ന സമയത്ത് സ്ക്രബ്ബർ അങ്ങനെയൊന്നും യൂസ് ചെയ്യാതെ സ്പോഞ്ച് കൊണ്ട് കഴുകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലെങ്കിൽ അതിൻ്റെ കോട്ടിങ് നഷ്ടപ്പെട്ടു പോകും. പിന്നെ ഇതിൽ ഉപയോഗിച്ച് കഴിക്കുന്നത് നമുക്ക് ഹെൽത്തിന് വലിയ ഇഷ്യൂയോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൽ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിൽ പാചകം ചെയ്യുന്ന വസ്തുക്കൾ കരിയാതിരിക്കാൻ ശ്രദ്ധിക്കുക, കരിഞ്ഞത് കഴിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിൽ ക്യാൻസറിന് കാരണമാകും എന്നൊക്കെ പഠനം പറയുന്നുണ്ട് കേട്ടോ. വേറെ നമുക്ക് കറക്റ്റ് പാചകം ചെയ്താൽ ഒരു പ്രശ്നവും നമ്മളെ ആരോഗ്യത്തിന് ഉണ്ടാവില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് ഇതിൽ പാചകം ചെയ്താൽ കിട്ടുക. പിന്നെ ഇതിൽ പാചകം ചെയ്യുന്നതിൻ്റെ എന്തെങ്കിലും റെസിപ്പിയോ കാര്യങ്ങളോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് പറയാം കേട്ടോ.